കോട്ടയം ജില്ലയ്ക്ക് ഇന്ന് 75ാം പിറന്നാൾ. സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാതൃകാപരമായ പുരോഗതി കൈവരിക്കാൻ ജില്ലയ്ക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. നവോത്ഥാന പ്രവർത്തനങ്ങളും സാക്ഷരതാ മുന്നേറ്റവും കോട്ടയത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്നു. കിഴക്ക് പശ്ചിമഘട്ട മലനിരകൾ, പടിഞ്ഞാറ് വേമ്പനാട്ടുകായൽ, ഇതിനിടയിൽ പച്ച പുതച്ച് കോട്ടയം. അക്ഷരങ്ങളുടെയും തടാകങ്ങളുടെയും റബ്ബറിന്റെയും നാട്. 1949 ജൂലൈ 1 കോട്ടയം ജില്ലയായത്. അതിനു മുൻപ് തന്നെ കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ കോട്ടയം ഇടം പിടിച്ചിരുന്നു. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല, CMS എന്ന പ്രഥമ കലാലയം എല്ലാം കോട്ടയത്തിന് തിലകക്കുറിയായി. 1949 സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമായി കോട്ടയം. ഒന്ന് ബെഞ്ചമിൻ ബെയ്ലി ആദ്യമായി അക്ഷരവുമായി എത്തിയ കാര്യം 1821, 2 ചാവറയച്ചൻ സ്ഥാപിച്ച പ്രസ്, മറ്റൊന്ന് അക്ഷരനഗരിക്ക് സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് ഇന്ത്യയിൽ ആദ്യമായി മുന്നോട്ട് വന്ന നഗരം ഈ കോട്ടയമാണ്. അങ്ങനെയാണ് അക്ഷരനഗരി എന്ന പേര് അർത്ഥപൂർണമായി ഈ ജില്ല മാറുന്നത്. അങ്ങനെ എല്ലാ നിലവാരത്തിലും കേരളത്തിൻ്റെ സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ പരിപാലന മേഖലകളിലെല്ലാം നേട്ടങ്ങൾ കൈവരിച്ച അഭിമാനകരമായ പുരോഗതിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് 75ാം വാർഷികത്തിലേക്ക് ഈ കോട്ടയം കടന്നു വരുന്നത്. വിനോദസഞ്ചാര ഭൂപടത്തിൽ നിർണായകമായ സ്ഥാനം കോട്ടയത്തിനുണ്ട്. വേമ്പനാട്ടുകായലിന്റെ തീരത്തുള്ള കുമരകം വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. കാർഷിക മേഖലയിൽ കേരളം നടത്തിയ കുതിച്ചുചാട്ടത്തിൽ കോട്ടയത്തെ റബ്ബറിന്റെ പങ്ക് എടുത്തു പറയണം. അപ്പർ കുട്ടനാട്ടിലെ നെൽകൃഷിയും സവിശേഷം. കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുമ്പോഴും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള മണ്ണാണിത്. മതമൈത്രിയുടെ നാടെന്ന പേരും കോട്ടയത്തിന് സ്വന്തം. രാജ്യത്തിന്റെ ചരിത്രത്തിലെ നിർണായക ഏടുകൾ എഴുതപ്പെട്ടിട്ടുള്ള മണ്ണാണ് കോട്ടയത്തിൻ്റേത്. 75ാം വയസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുമുണ്ട്. ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം കൂട്ടായ പ്രവർത്തനം അതുകൊണ്ട് തന്നെ അനിവാര്യമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.